അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സഫർ മാസത്തിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് വരുന്നത് നമ്മൾ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ്. അപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വലാത്ത് കൊണ്ടൊക്കെ ധന്യമാക്കേണ്ട ഒരു മാസമാണ്. നമ്മൾ നിത്യവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും. മക്കളെ കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മൾ ഓരോ തിരക്കിലേക്കാരം. അപ്പോൾ ചായ, കഞ്ഞി, വെള്ളം പറഞ്ഞ പോലെ നമ്മൾ ഓരോ തിരക്കിലേക്കാരം. അപ്പോൾ നമുക്ക് ഇത് ചെല്ലാനുള്ള സമയം നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പണിയെടുക്കുകയും ചെയ്യുക, അതിൻ്റെ ഒപ്പം ചെല്ലുകയും ചെയ്യാം. ഞാൻ അങ്ങനെയായിട്ട് ചെയ്യൽ. അതെനിക്ക് ഒരുപാട് ഉപകാരമാകലുണ്ട്. ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ കാര്യം അല്ലാഹുവിൽ സമർപ്പിച്ചിട്ട് ചെയ്യാം. എന്തായാലും നമുക്കതിനുള്ള പ്രതിഫലം കിട്ടും. അപ്പോൾ എല്ലാവരും സ്വലാത്ത് നല്ലോണം ചെല്ലട്ടെ, ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുക. അപ്പോൾ ദിവസവും നമ്മൾ ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലട്ടെ. എന്നാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണാൻ സാധിക്കും. ഒരുപാട് നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്വലാത്ത് നമ്മൾ കളിയാക്കി ചൊല്ലിയാലും തമാശക്ക് ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് പ്രതിഫലമുണ്ട്. അപ്പോൾ സ്വലാത്ത് നമ്മളെ ജീവിതത്തിലൊരു നമ്മളൊരു കൂടപ്പിറപ്പായിട്ട് നമ്മുടെ അടുത്ത് പോകണമെങ്കിൽ ഫോൺ ഉണ്ടാവില്ലേ, അതേപോലെ സ്വലാത്ത് നമ്മളെ കൂടെ എപ്പോഴും കൊണ്ടുപോകുക. നമ്മളെ ജീവിതം മാറി മറിയണത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യമാണ്, കാരക്കയുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ ജീവികളെ ഭക്ഷിക്കാമോ? ഇത് മസല ഗ്രൂപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അമലാണല്ലോ അത്. നമ്മൾ ഈ പഴത്തിൻ്റെ ഉള്ളിലും മാങ്ങയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിലൊക്കെ ഉണ്ടാകണ ചെറിയ എന്തെങ്കിലുമൊക്കെ പുഴു ഉണ്ടെങ്കിൽ അതിനെ ഭക്ഷിക്കാമോ എന്നുള്ളതാണ് കേട്ടോ. പഴത്തിനുള്ളിലെ പുഴുക്കളെ പഴത്തോടൊപ്പം ഭക്ഷിക്കൽ അനുവദനീയമാണ്. കാരക്കയും പഴത്തിൽ പെടുമല്ലോ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, പഴം, സുർക്ക പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളെ അവയോടൊപ്പം ഭക്ഷിക്കൽ അനുവദനീയമാണ്. അത്തരം പുഴുക്കളെ വേർതിരിച്ചൊഴിവാക്കൽ പ്രയാസമാണെന്നാണ് കാരണം. കാരക്ക പോലെയുള്ളതിനും ധാന്യത്തിനും ഈ വിധി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്വലാത്തൊക്കെ ധാരാളം ചൊല്ലിട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.